പ്ലൈവുഡ് കമ്പനിയുടെ പുകക്കുഴൽ സ്വകാര്യ വ്യക്തിയുടെ വീടിന് മുകളിലേക്ക് വീണ് വീടിന് കേടുപാടുകൾ സംഭവിച്ചു. വീട്ടിലും സമീപത്തും ആളില്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. വെങ്ങോല പഞ്ചായത്ത് ചെമ്പരത്തുകുന്ന് തുറപ്പാലത്തിന് സമീപത്താണ് സംഭവം. വെങ്ങോല പഞ്ചായത്ത് 1-ാം വാർഡ് പോഞ്ഞാശ്ശേരി ചെമ്പാരത്തുകുന്ന തുറപ്പാലത്തിന് സമീപം മുല്ലശ്ശേരി സുലൈമാൻ എന്നയാളുടെ വീടിന് മുകളിലേക്ക് സമീപത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പ്ലൈവുഡ് കമ്പനിയുടെ 100 അടിയിൽ കൂടുതൽ വരുന്ന പുകക്കുഴൽ വന്ന് പതിക്കുകയും വീടിന് സാരമായ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. വ്യാഴാഴ്ച വൈകുന്നേരമാണ് സംഭവം. സുലൈമാന്റെ ഭാര്യ ഖദീജ ഹജ്ജിന് പോയതിനാൽ വീടൊഴിഞ്ഞു കിടക്കുകയായിരുന്നു. അതിനാൽ വലിയ അപകടം ഒഴിവായി. ഏകദേശം 4-5 കൊല്ലം മുമ്പ് ഈ കമ്പനിയുടെ തന്നെ പുകക്കുഴൽ അപകടകരമായ അവസ്ഥയിൽ ഒടിഞ്ഞു വീണിട്ടുള്ളതാണ്. മാത്രമല്ല 3 മാസം മുമ്പ് ഈ പുകക്കുഴലിൻ്റെയും മറ്റും അറ്റകുറ്റപ്പണികൾ തീർത്തതുമാണ്. എന്നിട്ടും ഇതേ രീതിയിൽ അപകടം സംഭവിച്ചത് പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തിയിരിക്കുന്നു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി പ്രവർത്തിക്കുന്ന ഈ കമ്പനികളുടെ പ്രവർത്തനം നിർത്തലാക്കണമെന്നും പഞ്ചായത്ത് അധികൃതരും ഉത്തരവാദിത്തപ്പെട്ടവരും വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ അഭിപ്രായപ്പെട്ടു. സംഭവം ചെമ്പാരത്തുനിന്ന് പ്രദേശത്താണ്. ചെമ്പാരത്ത് തുറപ്പാലത്തിൻ്റെ അടുത്താണ് ഈ ഏരിയ. ഇത് ചുറ്റും 1-2 കമ്പനികൾ ഇവിടെ പ്രവർത്തിക്കുന്നതാണ്. ഇത് ഇന്നലെ 14-ാം തീയതി ഒരു 3:30 സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് കാറ്റിന് മുമ്പേ ഈ സംഭവം വീണു. കാരണം ഞാൻ ഇത് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. എൻ്റെ വീട് ഇതല്ല, എൻ്റെ വീട് അപ്പുറത്താണ്. ഈ വീട്ടിലെ ആൾ ഹജ്ജിന് പോയേക്കാണ്. ഇവിടെ ആളില്ലാത്തത് കൊണ്ട് അവരും രക്ഷപ്പെട്ടു. കാര്യം ഇവിടെ ഒരു സ്ത്രീയുള്ള അവരുടെ ഭർത്താവും എൻ്റെ ഇളയമായാണത്. ഭർത്താവുമില്ല, മകനും മരിച്ചു പോയേക്കണയാണ്. അപ്പോൾ അവർക്ക് കൂട്ടിന് കിടക്കാൻ ഒരു പയ്യൻ ഇവിടെ അവൻ കിടക്കണ മുറിയാണ് ഈ തൊട്ടടുത്ത് കാണുന്നത്. ഈ ഒടിഞ്ഞാടി കിടക്കുന്നത് അവൻ കിടക്കണ ഒരു മുറിയാണ്. അതും അവനവിടെ ഇല്ലാത്തത് കൊണ്ടും അവൻ രക്ഷപ്പെട്ടു. അതുമാത്രമല്ല, ഇത് ഒരു 4-5 കൊല്ലം മുമ്പ് ഈ സംഭവം ഒന്ന് ഒടിഞ്ഞ് ചാടിയതാണ്. അന്ന് ഇത് എന്തൊക്കെയോ ചെയ്ത് ഒരു രണ്ടാമത് കയറ്റി വെച്ചു. അന്ന് ഞാനൊന്നും ഇവിടെ ഉണ്ടായില്ല, ഞാൻ പുറത്തായിരുന്നു, വിദേശത്തായിരുന്നു. അപ്പോൾ അന്ന് ഇത് പൊടിഞ്ഞ് ചാടി അത് രണ്ടാമത് അവർ കയറ്റി വെച്ചിട്ട് പിന്നെ ഇത് രണ്ടാമത്തെ വീഴ്ചയാണ് ഈ വീഴ്ച. അന്ന് ഒരു 3 മാസം മുമ്പ് ഇത് ഒന്നുകൂടി ഇവർ മെയിൻറ്റെയിൻ ചെയ്തതാണ്. ഈ പെരുന്നാൾ ഇത് പ്രമാണിച്ച് എല്ലാ കമ്പനികളൊക്കെ അവധിയായിരുന്നപ്പോൾ ഇവർ ഒന്നും കൂടി ഇത് മെയിൻറ്റെയിൻ ചെയ്ത് എല്ലാ പണികളും പൂർത്തിയാക്കി ഒന്നും കൂടി പെയിൻ്റ് അടിച്ച് ശരിയാക്കി വെച്ചതാണ്. 3 മാസം മുമ്പാണെന്ന് ഓർക്കണം. എന്നിട്ട് ഇന്നലെ മഴയ്ക്ക് മുമ്പ്, അതായത് കാറ്റിന് മുമ്പാണ് ഈ സംഭവം താഴെ ചാടിയത്. ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഏരിയയിൽ ഈ ശരിക്കും ചാടി കിടക്കണ ഈ ഭാഗത്ത് ഈ പിള്ളേരൊക്കെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ എന്തായാലും ഈ മതിൽ പണിയുന്നത് കൊണ്ട് ഈ കട്ടയും ഈ മണ്ണൊക്കെ ഇവിടെ ഇറക്കി കിടക്കുന്നത് കൊണ്ട് കുട്ടികൾ ഇന്നലെ ഇവിടെ കളിക്കാനുണ്ടായില്ല. അല്ലെങ്കിൽ ഇന്നലെ ഈ കുട്ടികളുടെ മേത്തേക്കാണ് ഇത് വീഴേണ്ട സാഹചര്യമാണ്. ഇത് ഇന്ന് കാണുന്നത്, ഇന്നിപ്പോൾ ഇതിൻ്റെ ഒരു ഗൗരവം കുറച്ചാണ് നമ്മൾ കാണുന്നത്. നാളെ ഈ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിൽ ഇതിലും വലിയൊരു ഗൗരവത്തിൽ ഇത് കേരളം മൊത്തം ചർച്ച ആവേണ്ട ഒരു വിഷയമായിരുന്നത്. പക്ഷെ എന്തോ ദൈവാഭായം കൊണ്ട് ഇതിങ്ങനെ ഒതുങ്ങിക്കിട്ടി. ഞങ്ങൾക്ക് ഇനി പറയാനുള്ളത്, ഇതിൻ്റെ ചുറ്റുഭാഗത്തുള്ള കമ്പനികൾ, ഇതുകൊണ്ട് 2 കമ്പനികളും 2-3 കമ്പനികൾ ഇതിൻ്റെ ചുറ്റുഭാഗത്തുണ്ട്. അപ്പോൾ ഇത് അനധികൃതമായിട്ടുള്ള എല്ലാ നിർമ്മാണങ്ങളും എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ സ്വത്തിനും ഞങ്ങളുടെ കുട്ടികളുടെയും ഞങ്ങളുടെ മക്കളുടെയും ഞങ്ങളുടെയും ജീവനും ഭീഷണിയാണ്. ഈ തൊട്ടടുത്ത് ഇങ്ങനെയൊക്കെ പഞ്ചായത്തുകാരെ എന്ത് ഇതിലാണ് അനുവാദം കൊടുത്തേക്കണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് അധികൃതർ, നിയമപാലകർ ഇതിൽ ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ സ്വത്തിനും ഞങ്ങളുടെ ആശങ്കയ്ക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കണം എന്നാണ് പ്രദേശവാസി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ വീട്ടുകാരൻ ഇന്നിവിടെ ഇല്ല, അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഇവിടെ ഉണ്ടായേനെ. പിന്നെ ഇതിൻ്റെ ഓണർമാരുടെ നമ്മളിതിൽ കാര്യം സംസാരിക്കാൻ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഓണർമാരെ ലൈനിൽ കിട്ടൂല. നമ്മളൊരു കാര്യത്തിന് അവർ വിളിച്ചാൽ അവർ ഫോൺ എടുക്കില്ല. ഇപ്പോഴും ഇതുവരെ വന്നല്ലോ, ഇപ്പോൾ അവിടെ ആൾ എത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇന്നലെ സംഭവിച്ചിട്ട് ഇപ്പോഴാണ് ഇയാൾ വന്നത്. ഇയാൾ എവിടെ പോയേക്കാണ് എന്താണെന്ന് നമുക്കറിയില്ല. നമ്മൾ ഇതിനു മുമ്പും ഇവരുമായി ബന്ധപ്പെടാൻ നോക്കിയിട്ട് ഇതുവരെ അതിന് നമുക്കും ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ടായില്ല. നമ്മൾ വേറെ പഞ്ചായത്ത് മെമ്പർ വഴി അങ്ങനെ ആ രീതിയിലേക്കാണ് നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ഇത് നിയമപാലകർ, അതുപോലെ പഞ്ചായത്ത് അധികൃതർ എല്ലാവരും ഞങ്ങളുടെ സ്വത്തിനും ഞങ്ങളുടെ ജീവനും ഭീഷണിയായി നിൽക്കുന്ന ഇത് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരത്തിലേക്ക് എത്തിച്ചേരണം എന്നാണ് പ്രദേശവാസി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, വെങ്ങോല.